ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു ബുധനാഴ്ച ദിനവും കൂടെ അങ്ങയുടെ സന്നിധിയിൽ കൂട്ടായ്മയായിട്ട് കടന്നു വരുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പകൽ ഞങ്ങളായിരുന്ന മേഖലകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ ഇരുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങയെ പാടുമ്പോൾ, അങ്ങയുടെ വചനം വായിക്കുമ്പോൾ, വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവേ, അങ്ങേ മനഃപൂർവ്വമായിട്ട് സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം സംസാരിക്കുന്ന പ്രിയദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിന്മേൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വിഷയങ്ങളിന്മേൽ അങ്ങ് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂട്ടായ്മയിൽ ആദ്യോടന്തം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തീയ ഭവനഗാനങ്ങളിൽ 218 പാട്ട്, നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപ ഓർക്കുമ്പോൾ. 218 പാട്ട്. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിത
പ്രത്യേക വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 15 വരെ.
ഞങ്ങളെ സൃഷ്ടാവും പരിപാലകനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ നിയോഗവും അവിടുത്തെ ദാനമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസരായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, വചനത്തിൽ നിന്ന് ഉൾക്കാഴ്ചകളെ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അല്പസമയം തിരുവചനത്തിന് മുമ്പായി ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കട്ടെ. വീണ്ടും ഒരു ബുധനാഴ്ച ദിവസം സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ, പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, വചനം വായിക്കുവാൻ, തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ആശങ്കകളെയും ഒക്കെ തിരുസന്നിധിയിൽ സമർപ്പിപ്പാൻ, നമ്മുടെ ദേശത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി മധ്യസ്ഥത നടപ്പാനൊക്കെ ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യാം. ഇന്ന് വൈകുന്നേരത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ന്യായാധിപന്മാർ 6-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ 5-ാമത്തെ ന്യായാധിപനായി ദൈവം ഗിദെയോനെ തിരഞ്ഞെടുക്കുകയും അവനെ നിയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സംഭവമാണ് ന്യായാധിപന്മാരുടെ 6-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന് ഒരു രാജാവിനെ ലഭിക്കുന്നതിന് മുൻപ് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുവാൻ ദൈവം ന്യായാധിപന്മാരെ അവരുടെ ഇടയിൽ നിന്നും ഉയർത്തുകയുണ്ടായി. ഈ ന്യായാധിപ ഗണത്തിലെ 5-ാമനാണ് ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി. ഇസ്രായേലിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഒരു സൈക്ലിക്കൽ പാറ്റേൺ അവരുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത പാപം ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. തൽഫലമായി ദൈവം അവരെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ പീഡനത്തിലേക്ക് തള്ളിവിടുന്നു. അതിനുശേഷം ആ പീഡനം മൂലം ഇസ്രായേൽ ജനത ദൈവത്തോട് നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ് ദൈവം അവയെ വിടുവിക്കുവാനായി അനേക ദാസീദാസന്മാരെ ഉയർത്തുന്നു. ഇതാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുടനീളം നാം കാണുന്ന ഒരു സൈക്ലിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെയും മിസ്രൈമിലെ പ്രവാസത്തിന് ശേഷം മടക്കി കനാൻ ദേശത്തേക്ക് വരുത്തിയ ഇസ്രായേൽ ജനത വീണ്ടും ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുകയും തൽഫലമായി മിദ്യാനുടെ കയ്യിലേക്ക് ദൈവം ഇസ്രായേൽ ജനതയെ ഏൽപ്പിക്കുകയും ചെയ്തു. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മിദ്യാനുടെ കയ്യാൽ പീഡിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. സ്ഥിരവാസികളല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന അറബ് വംശജരാണ് മിദ്യാനരായ ജനങ്ങൾ. ഗുഹകളിലും പർവ്വതങ്ങളിലുമൊക്കെയാണ് മിദ്യാനർ ജീവിച്ചിരുന്നതും ഒരു സ്ഥിര സ്ഥലമില്ലാതെ പാർത്തിരുന്നതുമൊക്കെ. അവർ ചെയ്തിരുന്നത് ഇസ്രായേൽ ജനതയുടെ വിളകളും മൃഗങ്ങളെയും കന്നുകാലികളെയും ഒക്കെ ആക്രമിക്കുകയും അതിനെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു മിദ്യാനിയർക്ക് ഉണ്ടായിരുന്നത്. 7 വർഷക്കാലം ദൈവം ഇസ്രായേൽ ജനതയെ മിദ്യാന്യരുടെ കയ്യാൽ പീഡിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ പീഡനം സഹിക്കാതെ ഇസ്രായേൽ ജനത യഹോവയോട് നിലവിളിച്ച ഒരു സാഹചര്യത്തിലാണ് ഗിദെയോനെ ദൈവം അവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. കരുവേലകത്തിന് പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നാം കാണുന്നുണ്ട്. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ, ദൈവികമായ ഒരു ഇടപെടലിൻ്റെ പ്രത്യക്ഷതയുടെ ഒരു പ്രത്യേക ഇടമായി കരുവേലക മരത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന് പ്രത്യക്ഷനായതും യാക്കോബിന് പ്രത്യക്ഷനായതുമൊക്കെ ഈ യാക്കോബ് അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങളെയൊക്കെ കരുവേലകത്തിന് ചോട്ടിൽ കുഴിച്ചിട്ടതായൊക്കെ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവികമായ ഒരു ഇടപെടലിൻ്റെ ഇടമായി കരുവേലക മരത്തെയൊക്കെ ചിന്തന്മാർ വിലയിരുത്താറുണ്ട്. ഈ കരുവേലകത്തിന് ചുവട്ടിൽ യഹോവയുടെ ദൂതൻ വരികയും ആ സമയത്ത്
ഗിദെയോൻ മിദ്യാനരുടെ കയ്യിൽ നിന്നും കോതമ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ മുന്തിരിച്ചക്കിനരികെ കോതമ്പ് മെതിക്കുന്നതുമായ ഗിദെയോനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ മിദ്യാനിയർ വന്ന് ഇസ്രായേൽ ജനതയുടെ വിളകളും അവരുടെ കാർഷിക ഫലങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ മിദ്യാനിയരുടെ ആക്രമണം മൂലം, പീഡനം മൂലം ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ തങ്ങളുടെ വിളകളെയും കന്നുകാലികളെയും ഒക്കെ നശിപ്പിക്കുന്ന മിദ്യാനിയരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഒളിച്ച് അല്പം ധാന്യം സൂക്ഷിക്കുവാനായി കോതമ്പ് മെതിച്ചെടുക്കുന്ന ഗിദെയോനെയാണ് 11-ാം വാക്യത്തിൽ നാം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ മുന്തിരിച്ചക്കിനരികെ കോതമ്പ് മെതിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പരമ്പരാഗതമായി ഇസ്രായേൽ ജനത കോതമ്പ് മെതിച്ചുകൊണ്ടിരുന്നത് ഉയർന്ന മലയുടെ മുകളിൽ അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി നല്ല കാറ്റുള്ള സമയത്ത് പതിരൊക്കെ അതിൻ്റെ തോലൊക്കെ പാറിപ്പോകേണ്ടതിനായി കുന്നിൻ മുകളിൽ ഉയരത്തിൽ വെച്ചാണ് കോതമ്പ് മെതിച്ചുകൊണ്ടിരുന്നത്. മുന്തിരിച്ചക്കെന്ന് പറയുന്നത് കുഴി പോലെയുള്ള വളരെ താഴ്ന്ന ഒരു പ്രതലമാണ്. എന്നാൽ മുന്തിരിച്ചക്കിനരികെ വെച്ച് കോതമ്പ് മെതിക്കുവാനുള്ള ഒരു സാഹചര്യം മിദ്യാനിയരിൽ നിന്നും ഈ കോതമ്പിനെ ഒളിച്ചു വെക്കേണ്ടതിന് വേണ്ടിയാണ്. അല്ല എങ്കിൽ മിദ്യാനിയർ ഈ കോതമ്പ് കണ്ടാൽ അതിനെ നശിപ്പിക്കുകയും അതിനെ കവരുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമാണ് അന്ന് ഇസ്രയേലിലുണ്ടായിരുന്നത്. അതുകൊണ്ട് മിദ്യാനിയരിൽ നിന്നും ഒളിച്ച് കോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പ്രത്യക്ഷനാവുകയാണ്. അവിടെ നാം കാണുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഒളിച്ചു കഴിയുന്ന അവസ്ഥയിൽ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ, ആശങ്കകളുടെയൊക്കെ മധ്യത്തിലാണ് പലപ്പോഴും ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഗിദെയോൻ്റെ ജീവിതം നാം ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോൻ്റെ മുൻപിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനാകുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ തുറന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഗിദെയോൻ ആ ദൂതനോട് ചോദിക്കുകയാണ്, യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നതെന്ത് എന്ന് ആ ദൂതനോട് ഗിദെയോൻ അവിടെ ചോദിക്കുകയാണ്. ഗിദെയോന് തൻ്റെ പൂർവ്വപിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികളൊക്കെ വളരെ കൃത്യമായി അറിയാം. തുടർന്നുള്ള വാക്യങ്ങളിൽ ഗിദെയോൻ അവിടെ 13-ാം വാക്യത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് നാം അവിടെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. യഹോവയുടെ ദൂതനോട് തൻ്റെ പൂർവ്വപിതാക്കന്മാരെ ദൈവം നടത്തിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ദൂതനോട് ഗിദെയോൻ തന്നെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും ഗിദെയോൻ ഒരു സംശയത്തോടുകൂടി ഈ യഹോവയുടെ ദൂതനോട് ചോദിക്കുകയാണ്, യഹോവ നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ തന്നെയും എന്തുകൊണ്ട് ഇസ്രായേലിന് ഇപ്രകാരമൊക്കെയും സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ നടത്തിപ്പിനെ സംശയിക്കുന്ന ഒരു സ്വരം ഗിദെയോനിൽ നിന്നും അവിടെ ഉയരുകയാണ്. അതിനുശേഷം ഒരു ചോദ്യം കൂടി ഗിദെയോൻ ആ ദൂതനോട് ചോദിക്കുന്നു, യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാരുടെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഗദ്ഗദത്തോടെ ആ ദൂതനോട് ഗിദെയോൻ അവിടെ പറയുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ച ഇതാണ്. എന്തുകൊണ്ട് ദൈവം എന്നെ മറന്നു, എൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നുപോയി എന്ന് നാം ചിന്തിക്കുമ്പോഴും ചോദിക്കുമ്പോഴും മനസ്സിൽ ആകുലപ്പെടുമ്പോഴും ഒക്കെ പലപ്പോഴും ഇവിടെ ഗിദെയോൻ ചോദിക്കുന്നത് ഒരുപക്ഷെ ദൈവം മറന്നുപോയോ എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം മറന്നതല്ല, ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ പരിണിത ഫലമായാണ് തങ്ങളുടെ പീഡനം എന്ന് മനസ്സിലാക്കുവാൻ അവിടെ ഗിദെയോന് സാധിക്കാതെ പോകുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം എന്നിൽ നിന്ന് അകന്നുപോയോ, എന്നെ മറന്നുപോയോ എന്ന് നാം ചിന്തിക്കുമ്പോഴും ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നാമും ചിന്തിക്കേണ്ടതായിരിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ദൈവത്തിൽ നിന്നും നാം അകന്ന് ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയാണ്, സാഹചര്യങ്ങളിലൊക്കെയാണ് ദൈവ സാന്നിധ്യം, ദൈവ നടത്തിപ്പ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഇസ്രായേൽ ജനതയ്ക്ക് ആ നടത്തിപ്പിനെ അനുഭവിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചില്ല. ഗിദെയോനിയരുടെ പീഡനത്തിന് ഇരയായി തീരുകയും ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചോദിക്കുന്നുവെങ്കിലും തൻ്റെ പൂർവ്വപിതാക്കന്മാരെ നടത്തിയ ദൈവത്തെക്കുറിച്ച് ഗിദെയോൻ അവിടെ ബോധവാനാണ്. അതിനുശേഷം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഗിദെയോനെ കമ്മീഷൻ ചെയ്യുന്നതായി ഒരു പ്രത്യേക നിയോഗം ഗിദെയോന് ഏൽപ്പിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. യഹോവയായ ദൈവം തൻ്റെ ദൂതനിലൂടെ ഗിദെയോനോട് പറയുന്നത്,
നിൻ്റെ ഈ ബലത്തോടു കൂടി പോക എന്നാണ് പറയുന്നത്. ഞാൻ മിദ്യാന്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഒരു മനുഷ്യനെ പോലെ, ഒരു വലിയ സൈന്യത്തെ പോലെ നീ അവരെ നേരിടും എന്നൊക്കെ ഗിദെയോന് ദൈവം അവിടെ ആ ദൂതനിലൂടെ വാഗ്ദത്തം ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഗിദെയോൻ തൻ്റെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ ബലഹീനമായ അനുഭവത്തെക്കുറിച്ച് 15-ാം വാക്യത്തിൽ ദൂതനോട് അവിടെ വാചാലനാകുന്നത്. ദൂതൻ ഗിദെയോനുമായി സംസാരിക്കുമ്പോൾ ഗിദെയോൻ പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ കർത്താവേ, ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും? മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഗിദെയോൻ തൻ്റെ ബലഹീനമായ അവസ്ഥയെക്കുറിച്ച്, താൻ ചെറിയവനാണെന്ന് ഈ ദൂതനോട് സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും യഹോവയുടെ വലിയൊരു വാഗ്ദത്തം ഗിദെയോന് ലഭിക്കുന്നത് ഇതാണ്: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് വീണ്ടും പറഞ്ഞ് ഗിദെയോനെ ബലപ്പെടുത്തുന്ന യഹോവയുടെ വാക്കുകൾ, യഹോവയായ ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാനാണെന്ന് പൗലോസിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുന്നത് നമ്മുടെ ബലഹീനതകളിലാണ്. നമ്മുടെ ബലഹീനതയെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഗിദെയോനെ ദൈവം ഇവിടെ ബലപ്പെടുത്തുകയാണ്. നീ ബലഹീനനെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് മിദ്യാന്യരെ എതിരേൽക്കുവാൻ, മിദ്യാന്യരോട് ഏറ്റുമുട്ടുവാൻ നിന്നെ ബലപ്പെടുത്തും എന്ന് യഹോവയായ ദൈവം ഗിദെയോനോട് പറഞ്ഞ് അവനെ ബലപ്പെടുത്തുന്നതായി 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗിദെയോൻ പറയുന്നത്, ഞാൻ മനശ്ശെ ഗോത്രത്തിൽ നിന്നുള്ളവനാണ്. നാം വേദപുസ്തകത്തിലുടനീളം നാം വായിക്കുമ്പോൾ ഈ 12 ഗോത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, അല്ലെങ്കിൽ അല്പം പേരോ പെരുമയോ ഒന്നും ഇല്ലാതെ പറയപ്പെടുവാൻ തക്കതായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗോത്രമാണ് മനശ്ശെ ഗോത്രം. ആ ഗോത്രത്തിൽ തന്നെ തൻ്റെ കുലം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയതാണെന്നും ഗിദെയോൻ അവിടെ ആ ദൂതനോട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ബലഹീനനാണ് എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയാണ് ഈ ദൈവനിയോഗം കേട്ട ഈ ഗിദെയോൻ ദൂതനോട് അവിടെ സംഭാഷിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ബലഹീനതയിൽ നമുക്ക് ശക്തി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഗിദെയോൻ മനുഷ്യഗോത്രത്തിൽ നിന്നും തൻ്റെ കുലം ചെറുതെന്നും പറയുമ്പോൾ ദൈവം അവനെ ബലപ്പെടുത്തുന്നത് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടിയിരിക്കും എന്നുള്ള വലിയ വാഗ്ദാനം നൽകിയാണ്. അതുകൊണ്ട് ഗിദെയോൻ തൻ്റെ ജീവിതത്തിൽ ബലഹീനനായിരുന്നുവെങ്കിലും അവനെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. ആ നിയോഗത്തെ ഏറ്റെടുക്കുന്ന ഗിദെയോനെയാണ് നാം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ ബലഹീനനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവനായിട്ടല്ല, ആ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തോടു കൂടി ദൈവം തന്നെ ശക്തീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ നിയോഗത്തെ ഏറ്റെടുക്കുന്ന ഗിദെയോനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ അവൈലബിലിറ്റി, നോട്ട് അബൌട്ട് അവർ എബിലിറ്റി. നമ്മുടെ കഴിവിനെ കുറിച്ചല്ല നാം വാചാലരാകേണ്ടത്, മറിച്ച് നാം എത്രത്തോളം ദൈവം നമ്മെ നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഉത്സാഹത്തെയും കുറിച്ച് വാചാലരാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആർ വി റിയലി അവൈലബിൾ ഫോർ ഗോഡ്? അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം നാം ദൈവസന്നിധിയിൽ അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നാം ഗിദെയോൻ്റെ ബലമായി നാം ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി വായിച്ചത്, നിൻ്റെ ഈ ബലത്തോടു കൂടി പോകുക എന്നാണ് ദൈവം ഗിദെയോനോട് അവിടെ പറയുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം ഗിദെയോൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായി കണക്കാക്കിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നാമതായി, ഹി വാസ് ഫിസിക്കലി ഹാർഡ് വർക്കിംഗ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗിദെയോൻ ഒരു അധ്വാനശീലൻ ഉള്ള മനുഷ്യനായിരുന്നു. 1-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. മിദ്യാന്യരെ അല്ലെങ്കിൽ മിദ്യാനരുടെ പീഡനം മൂലം ഒളിച്ചു പാർത്തിരുന്ന ഇസ്രായേൽ ജനത അവരുടെ കൃഷിയും അവരുടെ വിളകളുമെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ പോലും തൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്ന ഗിദെയോനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഭൗമികമായ നമ്മുടെ കർത്തവ്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഗിദെയോൻ്റെ ജീവിതം നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അധ്വാനശീലമുള്ളവനായി ഗിദെയോനെ ദൈവം കാണുമ്പോൾ
അവൻ്റെ ഭൗമികമായ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളിലും വിശ്വസ്തനായ ദൈവം അവനെ എണ്ണി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി ഗിദെയോനിൽ ദൈവം കണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഹി വാസ് കൺസേൺഡ് അബൌട്ട് ഇസ്രയേൽ. 13-ാം വാക്യത്തിൽ ഇസ്രയേൽ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് വിഷണ്ണനായി ദൂതനോട് സംസാരിക്കുന്ന ഗിദെയോനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എത്രത്തോളം താൻ തൻ്റെ ജനത്തെ, തൻ്റെ ദേശത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഗിദെയോൻ്റെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ എന്നാണ് ആ ഗിദെയോൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇസ്രയേൽ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് വളരെയധികം മനോവ്യസനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ, സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യൻ. ഒന്നാമതായി അധ്വാനശീലനായ ഒരു മനുഷ്യൻ, രണ്ടാമതായി സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യൻ, മൂന്നാമതായി ഒരുപാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഗിദെയോൻ ജനിക്കുന്നത്. കനാൻ ദേശത്തെ അവരുടെ ഇസ്രായേൽ ജനതയുടെ വരവിന് ശേഷം അധിക നാളുകൾക്ക് ശേഷമാണ് ഗിദെയോൻ ജനിക്കുന്നത്. എന്നിരുന്നാൽ പോലും ദൈവം ഇസ്രായേൽ ജനതയെ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗിദെയോൻ വളരെ ബോധവാനായിരുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് അതിന് നന്ദി കരയേറ്റുന്ന ഒരു ഗിദെയോനെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഗിദെയോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഡോണ്ട് ഓൾവേസ് ഫോക്കസ് ഓൺ നെഗറ്റീവ് തിങ്സ് ഓർ പ്രോബ്ലംസ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കരുത് എന്നും ഗിദെയോൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ദൈവം നടത്തിയ വിധങ്ങളെ നാം മറന്നുപോയിക്കൊണ്ട് ദൈവം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ചില വിഷമങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പല പ്രവണതകളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ ഗിദെയോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ, നാം ഇപ്പോൾ എന്തായിരിക്കുന്നു, എങ്ങനെയായിരുന്നുവെന്നും എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണമെന്ന് ദൈവം നമ്മെ ഗിദെയോനിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമതായി ഗിദെയോനിൽ കാണുന്ന ഒരു ഗുണം ഹി വാസ് സ്പിരിച്വലി ഹംഗ്രി എന്നുള്ളതാണ്. ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗിദെയോൻ ബോധവാനായിരുന്നു. എന്നാൽ അതിനൊന്നും ഗിദെയോൻ തൃപ്തിപ്പെട്ടിരുന്നില്ല. ഗിദെയോൻ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ ജനത്തിനുള്ള ഒരു രക്ഷയെക്കുറിച്ചായിരുന്നു. എപ്പോഴും ഗിദെയോൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് ലഭിക്കുവാനുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് ഗിദെയോൻ അവിടെ വാചാലനായത്. അതുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ആത്മവിവശതയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ആ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് നോക്കിയിരിക്കുന്ന മിദ്യാന്യരെ എതിരേറ്റ് അവരെ തോൽപ്പിക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യനെ അവൻ്റെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹി വാസ് സ്പിരിച്വലി ഹംഗ്രി. ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീകമായി എരിവുള്ളവനായിരുന്നു ഗിദെയോൻ എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനമായി ദൈവം അവനിൽ കണ്ട ഒരു ഗുണം ഹി വാസ് ഒബീഡിയൻറ്റ്. അനുസരണമുള്ള ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ. ബലഹീനനാണ് എന്ന് പറയുമ്പോഴും ദൈവം ഏൽപ്പിച്ച നിയോഗത്തെ അനുസരണയോടുകൂടി ഏറ്റെടുക്കുന്ന ഒരു യുവാവിനെ ഗിദെയോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ 25-ാം വാക്യത്തിൽ തൻ്റെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന ബാലിൻ്റെ ബലിപീഠങ്ങളെ തകർക്കണം എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അക്ഷരം പ്രതി അതനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഗിദെയോനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിയോഗങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അനുസരണയോടുകൂടി ഉത്തരവാദിത്തങ്ങളെ, ചുമതലകളെ ഗിദെയോനെ പോലെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ യുവാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, ചില വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. ഫിസിക്കലി ഹാർഡ് വർക്കിംഗ്, ഭൗമികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ, ചുമതലകളിൽ, നമ്മുടെ ജീവിത സന്ധാരണത്തിലൊക്കെ എത്രത്തോളം നാം വിശ്വസ്തരായിരിക്കുന്നു, സാമൂഹിക ബോധമുള്ള മനുഷ്യരായിരിക്കുന്നു നാം. ദൈവം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങളെ നാം മറന്നു പോകാറുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഈ മനുഷ്യൻ ഉയർത്തുകയാണ്. ആത്മവിവശരായി നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള ചോദ്യവും അവിടെ നമുക്ക് മുന്നേ വരികയാണ്. അനുസരണമുള്ള വ്യക്തികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നും ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഗിദെയോനിൽ നാം കാണുന്നത് പോലെ നാം ഒക്കെ ബലഹീനരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും
നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നൽകാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ നാളുകളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇത് അതിനുള്ള ഒരു അവസരമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ, സഭയിൽ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിലൊക്കെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പലപ്പോഴും നാം ഒഴിഞ്ഞു മാറാറുണ്ടെങ്കിൽ ഗിദെയോൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയായി നമ്മുടെയൊക്കെ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ബലഹീനൻ എന്ന് പറയുമ്പോഴും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗിദെയോനെ പോലെ നിയോഗങ്ങളെ ധൈര്യത്തോടുകൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള നാളുകളായി നമ്മുടെ നാളുകൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താലും ലോകത്താലും കലങ്ങിടേണ്ട കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും പാവനൻ സ്നേഹത്തോടെ അരികിലുണ്ട്. കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ നമുക്കൊരുക്കാം. ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരാം. ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. ഭൂമി അവൻ്റെ പാദപീഠവും സ്വർഗം അവൻ്റെ സിംഹാസനവുമായിരിക്കയാൽ നമുക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. തിരുപാദത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ പദവിയും അവകാശവും സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം നമുക്കെത്ര നല്ല ദൈവമാണ്, എത്ര വിശ്വസ്തനാണ്. വാക്കുമാറാത്തവനായി അനന്യനായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിച്ചു വഴി നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായി, സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം അവനെ തേടിയതല്ല, അവൻ നമ്മെ തേടി ഈ ലോകത്തിലേക്ക് വരികയും നമ്മിൽ ഒരുവനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുകയും നാം പാപത്തിന് മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആ ദൈവസ്നേഹത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം.
വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഹൃദയവിചാരത്തിലും പലപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ മുറിവുകളെ നാം വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ ബലഹീനതകളെയും വീഴ്ചകളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കാൽവറിയിലെ രക്തത്താൽ എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, വെടിപ്പുള്ളവനായി വെടിപ്പുള്ളവളായി നിൻ്റെ സന്നിധിയിൽ നിർത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു സന്ധ്യാരാധനയായി കൂടി വരുന്നതിന്, കർത്താവിനെ പാടി പുകഴ്ത്തുന്നതിന്, തിരുവചനം ധ്യാനിക്കുന്നതിന് നമുക്ക് ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം തൻ്റെ ജനത്തെ വിളിച്ചു, അവരെ വേർതിരിച്ചു, മിസ്രൈമിൽ നിന്നവരെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവരെ വഴി നടത്തി. എന്നാൽ തങ്ങളെ വിളിച്ച, തങ്ങളെ വിടുവിച്ച ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിച്ച ജനങ്ങളെ കൈവിട്ട് കളയാതെ അവരെ വീണ്ടും സ്നേഹിച്ച് അവരെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തിനായി ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. അവർക്ക് നടത്തിപ്പുകാരനായി ഗിദെയോനെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തോട് വിശ്വസ്തനായിരുന്ന് ദൈവത്തെ സ്നേഹിച്ച് സ്വന്തം ജനത്തിനു വേണ്ടി അധ്വാനിപ്പാൻ തൻ്റെ ദാസനെ കർത്താവ് വിളിച്ചതുപോലെ നമുക്കും ആ ഒരു വിളിയും നിശ്ചയവും പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവിൻ്റെ വലിയ ശുശ്രൂഷ നിർവഹിപ്പാൻ നമ്മെയും ഒരുക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുവചനം സംസാരിച്ച മിജിൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ഓർക്കാം. ദാനമായി കൊടുത്ത പൈതലിനായി, മാതാപിതാക്കൾക്കായി ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ആ നിത്യരാജ്യത്തിന് ഓഹരിക്കാരായി തീരാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വിദൂരതയിലായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതികൂലങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവ് അവരെ താങ്ങേണ്ടതിന്, ഉള്ളങ്കരങ്ങളിൽ വഹിച്ചു വഴി നടത്തുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ബലം ക്ഷയിക്കുമ്പോൾ ബലവാനായ ഒരു ദൈവം കൂടെയിരുന്ന് ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനോട് പറഞ്ഞതുപോലെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു എന്നുള്ള ആ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് സഹായിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും ദുഃഖിതരെയും ക്ഷീണിതരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയി എ ജോൺ മാലിയിൽ, റോയിക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മടത്തിപ്പറമ്പിൽ ആനിക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പരുത്തിക്കാട്ടിൽ പാറയിൽ PN ഉമ്മനെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുന്ന പ്രിയ പിതാവിന് പരിപൂർണമായ വിടുതലും സൗഖ്യവും സ്വർഗത്തിലെ ദൈവം നൽകുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ സുഖമില്ലാതെ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ വിടുതലിനായി, സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭാംഗങ്ങളായ അഭിവന്യ തോമസ് സാമുവൽ തിരുമേനിക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ടി ഉമ്മനച്ഛനെയും കുടുംബത്തെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് തോമസ് മാത്യു അച്ഛനായിട്ടും കൊച്ചമ്മയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും സുഖമില്ലാതെ ഭവനത്തിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കുന്നതിന്, സൗഖ്യം, വിടുതൽ ലഭിക്കുന്നതിന് ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി പോയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ABHന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബോംബെയിൽ ഷാലോം മിഷനിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ആൽവിനച്ഛനെയും കൊച്ചമ്മയും ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് സാങ്കുട്ടി അച്ഛനായി കൊച്ചമ്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയ്ക്ക് സുഖകരമായൊരു പ്രസവം നൽകി, ഒരു പൈതലിനെ ദൈവം തമ്പുരാൻ ദാനമായി നൽകി, നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലുള്ള എല്ലാ സംഘടനകളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വരുന്ന ഞായറാഴ്ച സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആരാധനയ്ക്ക് ശേഷം നടക്കുകയാണല്ലോ. ഇത്രത്തോളം നടത്തിയ നല്ല ദൈവം ഇനിയും സൺഡേ സ്കൂളിനെ വഴി നടത്തേണ്ടതിന് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരുടെ മാതാപിതാക്കൾ എല്ലാവർക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തെ ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജൂലൈ മാസം 2-ാം ശനിയാഴ്ച നടത്തുവാൻ പോകുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ റിട്രീറ്റിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തിനു വേണ്ടി, നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അൽമായ സംഘടനയെ നമുക്ക് ഓർക്കാം. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആധ്യാത്മികമായൊരു ഉണർവും ചൈതന്യവും ഈ കാലങ്ങളിൽ സഭയായി നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി, സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൂടെ അതൊക്കെ ലഭ്യമാകുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകളെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രാർത്ഥന കൂട്ടങ്ങൾ, പ്രത്യേകിച്ച് ഏരിയ പ്രാർത്ഥനകൾ ശക്തി പ്രാപിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഉപസഭകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തീപ്പനി സഭയ്ക്ക് വേണ്ടി, വെൺപാല സഭയ്ക്ക് വേണ്ടി, കുഴുവേലിപ്പുറം സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മിജിൻ സാറിന് വേണ്ടി, ഷൈനു വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തേണ്ടതിന്, ശുശ്രൂഷയിൽ അവരെ ശക്തീകരിക്കേണ്ടതിന് ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കൈക്കാരന്മാർ, സെക്രട്ടറി, ട്രഷറർ, ഡയസഷൻ കൗൺസിൽ അംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ, എല്ലാ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭാ ജീവനക്കാരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി, അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സെക്യൂരിറ്റിക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കോമ്പൗണ്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ദൈവമുമ്പാകെ സമർപ്പിക്കാം. വീവിംഗ് സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വീയിങ് ഗിൽഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. CMS സ്കൂളിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കാം. ഡെഫ് സ്കൂളിനായി, അതുപോലെ ഹോക്സ്വർത്ത് വിദ്യാപീഠിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ എല്ലാ ദിനംതോറും വളരുവാൻ, അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരുടെ മാതാപിതാക്കൾ എല്ലാവരെയും പൊന്നുകർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് നേതൃത്വം തരുന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടത്ത സമൂഹത്തിനായി, സഭാ ശുശ്രൂഷകർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ മഹായിടവ ഭാരവാഹികൾക്കായും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. ഈ കാലങ്ങളിൽ ആധ്യാത്മികമായൊരു ഉണർവും ചൈതന്യവും മഹായിടവകയായി ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹായിടവക മിഷൻ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കേരളത്തിലും കേരളത്തിന് വെളിയിലും നടത്തപ്പെടുന്ന മിഷൻ പ്രവർത്തനങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്ന റിട്രീറ്റിൽ കർത്താവിൻ്റെ കൃപ പകരപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദക്ഷിണേന്ത്യ സഭയെ നമുക്ക് ഓർക്കാം. അതിൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഇത്രത്തോളം വിടുവിച്ചു. തുടർന്നും കർത്താവിൻ്റെ ആ വലിയ ഇടപെടലുണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ മഹായിടവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭാരതത്തിലെ ക്രൈസ്തവ സഭാവിഭാഗങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകര് കർത്താവിനെ കണ്ടെത്തുവാൻ തങ്ങളുടെ പ്രയത്നങ്ങൾ മൂലം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.
നമ്മുടെ രാജ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഭരണകർത്താക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ദൈവകൃപയും ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നീതിയോടെ നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേരളത്തിലെ ഗവർണർ, മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ എല്ലാവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അതിരുകൾ കാക്കുന്ന എല്ലാ മിലിറ്ററി പീപ്പിളിനു വേണ്ടിയും ഈ സമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുവാൻ കർത്താവെ നീ ഇടപെട്ടതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ, പരസ്പര ബന്ധത്തിൽ രാജ്യങ്ങൾ ജീവിക്കുവാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും നമുക്ക് ദൈവം മുമ്പാകെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകിച്ച് രോഗത്താലോ ദുഃഖത്താലോ മറ്റ് ഭാരങ്ങളാലോ വേദനപ്പെടുന്നവരെ അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിലൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കേണ്ടതിന്, അവരെ വഴി നടത്തേണ്ടതിന് ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് അല്പസമയം മൗനമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ തിരുസന്നിധിയോട് അടുത്തു വന്ന് അങ്ങയെ പാടി പുകഴ്ത്തുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ തിരുമേനി നൽകിത്തന്ന വിലയേറിയ സാവകാശത്തിനായി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചന ശുശ്രൂഷ നിർവഹിച്ച മിജൻ മാത്യു സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ, കൃപയിൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് നേതൃത്വം നൽകിയ ജോർജ് മാത്യു സാറിനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ അവിടുന്ന് എല്ലാവരെയും കാത്ത് സൂക്ഷിക്കണമേ. കർത്താവെ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളിലായിരിക്കുന്ന നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകൾ, ഞങ്ങളുടെ യാചനകൾ തിരുമേനി ചെവിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. മറുപടിയെ നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. ഈ രാത്രിയുടെ ശിഷ്ടമുള്ള സമയത്ത് അവിടുത്തെ കൃപ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. ശാരീരികമായും ആത്മീയമായും ബലപ്പെടുത്തണമേ. പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണേ കർത്താവേ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ലോകത്തിനുള്ളവരായിട്ടല്ല, നിനക്കുള്ളവരായി ജീവിപ്പാൻ, നിൻ്റെ സാക്ഷികളായി വർത്തിക്കുവാൻ പൊന്നുകർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകണം. ദൈവകൃപയിൽ നിരന്തരം പരിപാലിക്കണം. വരവിനായും ഒരുക്കണമെന്ന് യേശുരക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നടത്തിപ്പും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ വിഷയങ്ങളോടും കൂടി ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. 1118 ദിന പ്രാർത്ഥനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദി രേഖപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഇടവപ്പെട്ടക്കാരൻ സി വി തോമസ് അച്ഛനുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഇവാഞ്ചലിസ്റ്റ് ഷൈൻ ടി മാത്യുവും ഇവാഞ്ചലിസ്റ്റ് മിജിൻ മാത്യു സാറുമാണ്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷ നൽകിയത് ഇവാഞ്ചലിസ്റ്റ് മിജിൻ മാത്യു ജോ സാറാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവം എല്ലാവരെയും നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചുമതലയുള്ളവരുടെ സന്തോഷത്തോടെ അനുസരണയുള്ള രീതിയിൽ ആത്മീയമായിട്ട് നടന്ന് മുന്നോട്ട് പോകുവാൻ നമ്മളെ ഉദ്ഘോഷിച്ചു. വളരെ അർത്ഥവത്തായിട്ടുള്ള വചന ദൂത് നൽകിയ പ്രിയ മിജിൻ മാത്യു സാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ടെലികാസ്റ്റിന് നേതൃത്വം നൽകിയ ആശിഷിനും അതുപോലെ ഷാവിനുമുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കുമുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.